അമ്മ വിശ്വസിച്ച് കാണൂ? അമ്മ എന്നല്ല, ഈ വീട്ടിലുള്ള സർവ്വ മണ്ടന്മാരും വിശ്വസിച്ച് കാണും. എന്തുവാടേ? അല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിച്ച് കാണുമെന്ന് പറയുമായിരുന്നു. ഇനി ആ മനോഹരനെങ്ങാനും വല്ല മണ്ടത്തരം കാണിച്ചാലാണ് പുളിക്കും. ഞാനേ ആ ഫോൺ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ നമ്പർ ബ്ലോക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് കോൾ രജിസ്റ്റർ കയറി ആ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ട് അവന് കൊടുത്തത്. കാഞ്ഞ ബുദ്ധിയാ നിങ്ങൾക്ക്. ഓ പ്രകാശി, അച്ഛവിടെ നിക്ക്. വേണമെങ്കിൽ വീട്ടിൽ കയറ്റാൻ പറ്റൂല കേട്ടാ. ഇതേ പ്രകാശി, നിങ്ങളുടെ മോനായതുകൊണ്ടാണ് ഇവരെ ഞാൻ കാലേ വരി നിലത്തടിക്കാത്തത്. അങ്ങനെ കാല് വാരാ. നീ ഇവന്റെ കാല് വാരിയോടാ? എന്തായി കാല് വാരി അച്ഛാ, കാല് വാരി. എന്തോ പ്രശ്നം? അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ മറ്റേ നോട്ടിന്റെ കേസ്, 5 രൂപ. 5 രൂപ കൊടുത്ത് 50 രൂപ കിട്ടുന്ന കാര്യം. ആ കേസ് തന്നെ. അത് ഞാൻ അങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഒരു 5 രൂപ തരുമെന്ന് ചോദിച്ചായിരുന്നു. എന്നിട്ടെന്തുവാ? അങ്ങള് പൈസ തന്നില്ല, എന്നിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തു. അതായത് അവിടെ പോയി കഴിഞ്ഞ് ഉടായ്പാണ് കിട്ടൂലെന്നൊക്കെ പോയിട്ട് എന്നെ ചുമ്മാ പറ്റിച്ചു വിട്ടു. നക്കാപ്പിച്ച 5 പൈസ പോലും കയ്യിൽ നിൽക്കാനില്ലാത്ത ഇവന്റെലാണ് നീ 5 രൂപ ചോദിച്ചത്. അതൊക്കെ പോടാൻ നോക്കാം. എന്നോട് പിന്നെ കമ്മീഷൻ ചോദിച്ചു, നോട്ട് കിട്ടുവാണെങ്കിൽ. അല്ല പ്രകാശി, നമ്മൾ ഈ ബിസിനസ്സുകാരല്ലേ, അപ്പൊ നമ്മൾ ഏത് കാര്യത്തിലും കമ്മീഷൻ ചോദിക്കുമല്ലോ. പ്രകാശാണ് ചോദിക്കല്ലേ കമ്മീഷൻ? കമ്മീഷന്റെ കേസ് പോട്ടെ, എന്നെ പറ്റിച്ചു വിട്ടിട്ട് അമ്മയുടെ ചോദിച്ചു 5 രൂപ. എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി സ്ഥലം വിട്ടു. നീ പുഷ്പയുടെ പൈസ മേടിച്ചാ? 2-5 ആ പൈസ എനിക്ക് 2 പൈസ, എനിക്ക് ആ പൈസ ഇപ്പൊ തന്നെ കിട്ടണം. ഓട്ടെ മക്കളെ, അച്ഛൻ ശരിയാക്കി തരും. എന്റെ ഉണ്ടെങ്കിൽ ഞാൻ തന്നേടാ. ഞാൻ നാരങ്ങളും അങ്ങനെ പോക്കറ്റ് കാണൂല. ഇല്ലടാ, നോക്കി ഒറ്റ പൈസ പോലും നോക്കി. പിത്തക്കാളിയാടാ, 5 പൈസ. അത് ചുമ്മാ തവളല്ലേ. നീ വെറുതെ അതിന്റെ പേരിൽ ഇവനുമായിട്ട് വഴക്കിടാൻ നിൽക്കണ്ട. അച്ഛൻ തന്നോളാം പറഞ്ഞില്ലേ? ആരായാലും തന്നാ മതി. നീ ധൈര്യമായിട്ട് പോക്കോ. ഉടായ്പ കൊണ്ട് ഉറങ്ങില്ല. എടി വിലാസിനി, ഞാനിപ്പോൾ ഇട്ട സാരി എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. നല്ലതല്ലേ? എനിക്ക് ആ പുഷ്പക്കാലം ചെത്തി ഒരുങ്ങി പോകണം. അമ്മേ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. അമ്മയെ വിളിക്കാത്ത കല്യാണത്തിന് ഞാനും പോകുന്നില്ല. നീ പോകുന്നില്ലേ? പോണ്ട, ഞാൻ എന്തൊക്കെയാലും പോകുന്നുണ്ട്. തീരുമാനം മാറിയ? അമ്മ ഇവിടെയുള്ള പലതും അമ്മയെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യും. അമ്മ ഒന്നും കേൾക്കരുത്, അമ്മ പോകരുത്. അമ്മ നിസാര വിലയാണോ അമ്മയ്ക്കുള്ളത്? ആ കുട്ടമാവൻ കാണിച്ച ശരിയാണോ? എന്റെ കുട്ടനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. കുട്ടനാ? ഇവരൊന്നുള്ള പ്രശ്നമൊക്കെ തീർന്നോ? അതൊക്കെ എപ്പോഴും ശരിയായല്ലേ? സാധാരണ അമ്മ അങ്ങനെ മെരുങ്ങുന്നതല്ലേ, ഇതെങ്ങനെ സാധിച്ചു? മെരുങ്ങാൻ എന്താണാടാ? ഞാൻ ആനയാണോ? നോട്ട് ആന, ബട്ട് കാണ്ടാമൃഗം, ഡിനോസറസ്. അമ്മയെ കുട്ടമ്മാവൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സരസ്വതി നീ കല്യാണത്തിന് വരണം, എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യണമെന്ന്. അത് ഞാൻ അറിഞ്ഞായിരുന്നു, അത് ഞാൻ ഊഹിച്ചായിരുന്നു. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം വരില്ലല്ലോ. എടേ, നീ ഏത് സാരിയാണ് കൊടുക്കുന്ന? ഞാൻ ആ ലൈറ്റ് പച്ച കളറ്. അത് നിനക്ക് കൊള്ളൂല. നീ ആ കറുത്ത സാരി കൊടുത്താൽ മതി. അത് പഴകിയതാണ്, അത് കൊടുക്കാൻ പറ്റത്തില്ല. അതാ നിനക്ക് നല്ലത്. ഞാൻ കൊടുത്തു വരില്ല. എന്നാ പിന്നെ അമ്മ കൊടുത്തായി. നിനക്ക് ഇഷ്ടമുള്ള ഉടുക്കാതിരിക്കുകയോ ചെയ്തു. ആരങ്ങോട്ട് പോട്ടെ. ചെറിയൊരു കലിപ്പിനുള്ള വഴി ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി? സ്നേഹത്തിലാണല്ലോ. നമ്മളിപ്പോ സ്നേഹത്തോടെ കല്യാണത്തിലെല്ലാം പോണ്ടതല്ലേ. ഭയങ്കരം. നീ അമ്മ പറഞ്ഞ പോലെ കറുത്ത സാരി കൊടുത്താൽ മതി. അത് വേണ്ട കേട്ടാ, ഞാൻ പച്ച സാരി തന്നെ കൊടുത്തോളാം. നിങ്ങൾ അതൊക്കെ വിട്. നിങ്ങളുടെ കുട്ടമ്മാവനെ വിളിച്ചല്ലേ? നൈസായിട്ട് ഞാൻ വിളിച്ചു. നീ പറഞ്ഞു തന്ന പോലെ ഓരോ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഒരു വ്യത്യാസം ഇല്ലാതെ പറഞ്ഞു. ഒരു വ്യത്യാസമില്ല. സംഗതി ഓക്കെ അല്ലേ? സംഗതി ഓക്കെ. ഇനി എനിക്ക് ബുദ്ധിയില്ല നിങ്ങൾ പറയുമോ? നിനക്കല്ലേ ബുദ്ധി, നീ ബുദ്ധി രാക്ഷസി. ബുദ്ധി ലേവലേശയില്ല. അല്ല, ഇതിപ്പം പെണ്ണുങ്ങളെ കാട്ടി ഒരുക്കാന്നല്ല നിങ്ങള്. എടി, നിന്റെ ഒപ്പം ഒരു സ്ഥലത്ത് വരുമ്പോ അതിന് തക്ക രീതിയിൽ ഞാൻ സുന്ദരനാവണ്ടേ? അത് നിങ്ങൾ എത്ര ഒരുങ്ങിയിട്ടും കാര്യമൊന്നുമില്ലേ. അത്രയ്ക്ക് പോറാ എന്നെ കാണാൻ. ഞാൻ വെറുതെ പറയാം, മുടിയൊക്കെ ശരിക്കും ചീകി വെച്ചോ. നിന്നെ കാണാൻ അടിപൊളിയാ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ. പിന്നെ എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമലാളെ. പിള്ളേരെന്താ ചെയ്യുന്നത് നോക്കിട്ട് വരാം. ശരി. ഒരുങ്ങിയാവോ നോക്കട്ടെ എന്താ ചെയ്യുന്നല്ലോ.